അടുത്ത നിമിഷം തന്നെ വില്യത്തിന്റെ അടുത്തേക്ക് ട്രൈവൽ സൈക്കിൾ ചവിട്ടിയെത്തുന്നു. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ട്രൈവൽ വില്യത്തിന് സൈക്കിൾ കൈമാറുകയും അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് നിനക്ക് എന്ത് വേണമോ ആ സഹായം ഞാൻ ചെയ്തു തരാമെന്നും നിന്റെ സ്വപ്നം പോലെ നീ പ്രവർത്തിക്കാനും നിന്റെ വിശ്വാസം പോലെ ചെയ്യാനും ട്രൈവൽ വില്യത്തിനോട് പറയുന്നു. ഇരുവരും ചേർന്ന് വിൻമിൽ ഉണ്ടാക്കാനായി പദ്ധതിയിടുന്നു. അതിനായി അവർ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് സൈക്കിളുമായി പോകുന്നു. സൈക്കിളിനെ വിൻമില്ലിന് വേണ്ട രീതിയിൽ മുറിച്ചു മാറ്റിയെടുക്കുന്നു. അവർ ജങ്ക്യാർഡിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ട് വിൻമില്ലിന്റെ ഭാഗങ്ങൾ വില്യവും കൂട്ടുകാരും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. ഗ്രാമവാസികൾ വില്യത്തിന്റെയും കൂട്ടുകാരുടെയും കഷ്ടപ്പാട് കണ്ട് വിൻമിൽ പണിയാനായി സഹായിക്കുന്നു. ജങ്ക്യാർഡിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ട് വില്യം വിൻമില്ലിന്റെ ഓരോ പാർട്സും ഉണ്ടാക്കിയെടുക്കുന്നു. ഗ്രാമവാസികളുടെ സഹായത്തോടെ വിൻമിൽ സ്ഥാപിക്കാനായി നല്ല ഉയരത്തിൽ നീളമുള്ള കമ്പുകൾ കൂട്ടിക്കെട്ടി ഒരു വലിയ ടവറും അവർ ഉണ്ടാക്കിയെടുക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് ഭാരമേറിയ വിൻമിൽ അവരെ ആ ടവറിന് മുകളിലേക്ക് എത്തിക്കുന്നു. വിൻമിൽ വളരെ കൃത്യതയോടെ വില്യം ഘടിപ്പിക്കുന്നു. വിൻമില്ലിന്റെ ലീഫുകൾ കാറ്റിന്റെ വേഗത കൊണ്ട് ചലിക്കാനായി ആരംഭിക്കുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എത്തുന്നില്ല. ഗ്രാമവാസികൾ വീണ്ടും നിരാശരാകുന്നു. എന്നാൽ ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്നും കുറച്ച് സമയം കൊണ്ട് ബാറ്ററി ചാർജ് ആകുമെന്നും വില്യം പറയുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ ബാറ്ററി ചാർജ് ആകാനായി കാത്തിരിക്കുന്നു. ജീവിതത്തിൽ പലതവണ തോറ്റുപോയവരായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം നിരാശയിലാണ്. എന്നിരുന്നാലും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മോട്ടോർ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. വാട്ടർ പമ്പ് വർക്ക് ചെയ്തു തുടങ്ങിയതും ഏറെ ആഴമുള്ള കിണറ്റിലെ വെള്ളം കരയിലേക്ക് പമ്പ് ചെയ്തെത്തി. ഗ്രാമവാസികളുടെ മുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഏവർക്കും അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. ട്രൈവൽ സന്തോഷത്തോടെ തന്റെ മകനെ വാരിപ്പുണരുന്നു. ഗ്രാമവാസികൾ തുള്ളിച്ചാടി. വെള്ളം ലഭ്യമായതോടെ കർഷകർ ഒന്നിച്ച് പ്രതീക്ഷയോടെ വീണ്ടും കൃഷി ആരംഭിച്ചു. പുതിയ വിത്തുകൾ പാകി. ഒരാഴ്ചയ്ക്കപ്പുറം വിത്തുകൾ മുളച്ചു തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിൽ വീണ്ടും പച്ചപ്പ് നിറയുന്നു. ഗ്രാമവാസികളിൽ സന്തോഷം വീണ്ടും തിരികെ എത്തി. ഒരിക്കൽ വില്യം താനുണ്ടാക്കിയ വിൻമിൽ നോക്കിക്കൊണ്ടിരുന്ന് ട്രൈവലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഏതോ നാഷണൽ ലെവൽ ഓർഗനൈസേഷന്റെ പ്രതിനിധികൾ നമ്മുടെ ഗ്രാമത്തെ പറ്റിയും എന്നെ പറ്റിയും കേട്ടറിഞ്ഞ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അവർ എനിക്ക് സ്കോളർഷിപ്പ് തരാമെന്നും വലിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നും വില്യം പറയുന്നു. ഇത് കേട്ടതും ട്രൈവലിനും ആഗ്നസിനും വളരെയധികം സന്തോഷമാകുന്നു. ട്രൈവൽ വില്യത്തെ ചേർത്ത് പിടിച്ച് നന്നായി പഠിക്കണമെന്നും പഠിച്ച് വലിയ ആളാകണമെന്നും പറയുന്നു.